നമ്മുടെ മലയാള സിനിമയിൽ യഥാർത്ഥത്തിൽ വിവാദങ്ങളായ സംഭവങ്ങളെ ആസ്പദമാക്കിയെടുത്ത സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 1986 കാലഘട്ടങ്ങളിൽ കേരളമൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച വലിയ വിവാദമായ സംഭവമായിരുന്നു തങ്കമണി സംഭവം. 1987 തന്നെ ഈ കഥകളൊക്കെ കൂട്ടിച്ചേർത്ത് PG വിശ്വംഭരൻ ഒരു സിനിമ പുറത്തിറക്കിയിരുന്നു. രതീഷ്, ജഗദീഷ് ശ്രീകുമാർ, കരമന ജനാർദ്ദൻ നായർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി ഗായത്രി അശോകിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ഇതാ സമയമായി എന്ന ചിത്രമായിരുന്നു അത്. നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. ഇടുക്കി ജില്ലയിലെ ബസ് മുതലാളിയായ എലൈറ്റ് ദേവസിയും നാട്ടുകാരും തമ്മിലുണ്ടായ ഒരു പ്രശ്നം പിന്നീട് പോലീസിന്റെ നരനാരാട്ടായി മാറുന്നതും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതുമായിരുന്നു ഇടുക്കിയിലെ തങ്കമണി സംഭവം. പോലീസിന്റെ നരനായാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും പോലീസ് വെടിവെപ്പിൽ ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ കാലത്തെ K. കരുണാകരൻ മന്ത്രിസഭ രാജിവെക്കാനും ഈ സംഭവം വലിയൊരു കാരണമായി. ഇതേ സംഭവങ്ങളെ ആസ്പദമാക്കിയായിരുന്നു രതീഷ് രഘുനന്ദന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായി 2024 പുറത്തിറങ്ങിയ തങ്കമണി എന്ന സിനിമയും. ചെറിയ മാറ്റങ്ങളോടെ ദിലീപ്, നിത പിള്ള, മനോജ് K. ജയൻ, പ്രണീത സുഭാഷ് തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ വമ്പൻ ഹൈപ്പിലെത്തിയ ഈ ദിലീപ് സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു. 1983 KG ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി വലിയ വിവാദമുണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. വലിയ വിവാദമുണ്ടാക്കാൻ കാരണം മലയാള സിനിമയിൽ അന്നത്തെ കാലത്ത് നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത്. ലേഖ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നളിനി എന്ന നടിയായിരുന്നു. ഭരതൻ, രതീഷ്, മമ്മൂട്ടി തുടങ്ങിയവർ ഈ സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസിലും എത്തിയിരുന്നു. അന്നത്തെ കാലത്തെ സൗത്ത് ഇന്ത്യയിലെ പ്രധാന നടിയായിരുന്ന ശോഭയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത്. ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുകളും നേടിയവർ തൻ്റെ 17ാമത്തെ വയസ്സ് ജീവിതം സ്വയം അവസാനിപ്പിക്കുകയായിരുന്നു. ആ സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർ ചെയ്തായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത്. നടി ശോഭയുടെ ഭർത്താവാണ് ബാലു മഹേന്ദ്ര. ഈ സിനിമയിൽ ബാലു മഹേന്ദ്രയ്ക്ക് പകരം സുരേഷ് ബാബു എന്ന കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ ഭരത് ഗോപിച്ചേട്ടനാണ്. നടി ശോഭയുടെ അമ്മ മുൻകാല നടി പ്രേമയായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ വിശാലാക്ഷി എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. പ്രേം നസീറിന് പകരം പ്രേം സാഗർ എന്ന കഥാപാത്രമായി എത്തുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ഞാനെന്നും പുതുമുഖങ്ങളുടെ ആളാ. ഞാനിവിടെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം. ശരിയായി. ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ ഈ സിനിമ നിർമ്മിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടനായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും യഥാർത്ഥത്തിൽ നടന്നതാണോ അല്ലെങ്കിൽ സംവിധായകന്റെ ഭാവനയാണോ എന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല. 2021 മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫഹദ് ഫാസിൽ നായകനായെത്തിയ ചിത്രമായിരുന്നു മാലിക്. നിമിഷ സജയൻ, വിനയ് ഫോർട്ട്, ജോജോ ജോർജ്, ദിലീഷ് പോത്തൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമ ഒരു ഫിക്ഷണൽ കഥയാണ് പറയുന്നതെങ്കിലും കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്ന വലിയ വിവാദമായ ഒരു സംഭവമായി ഈ ചിത്രത്തിന് ഒരുപാട് സാമ്യമുണ്ട്. 2009 തിരുവനന്തപുരത്തെ ഭീമാ പള്ളിയിലുണ്ടായ പോലീസ് വെടിവെപ്പിനെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത്. അന്നുണ്ടായ ദൗർഭാഗ്യകരമായ ആ സംഭവത്തിൽ 6ലേറെ പേർ മരിക്കുകയും 42ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മാലിക് എന്ന സിനിമയിൽ കാണിക്കുന്നുമുണ്ട്. അതുപോലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില യഥാർത്ഥ വ്യക്തികളുടെ പേരും ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഭീമാ പള്ളിക്ക് പകരം റമദ പള്ളി എന്ന പേരാണ് സിനിമയിൽ ഉപയോഗിച്ചത്. ഉറൂസിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ പിന്നീട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായി മാറുന്നതും യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് വെടിവെക്കുന്നതുമൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള കഥകളൊക്കെ സിനിമയുടെ ഒരു എഫക്റ്റിന് വേണ്ടി കൂട്ടിച്ചേർത്താണ്. ചില രംഗങ്ങൾ ചില ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് എടുത്തതായും കാണാം. മഹേഷ് നാരായണന്റെ മറ്റൊരു സിനിമയായിരുന്നു 2017 പുറത്തിറങ്ങിയ ടേക്ക് ഓഫ്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, പാർവതി തിരുവോത്ത് തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയും യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു എടുത്തിരുന്നത്. സൗദിയിലെ തിക്രത്തിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി നഴ്സുമാരുടെ യഥാർത്ഥ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. 46 മലയാളി നഴ്സുമാരെയാണ് തിക്രത്തിലെ ആശുപത്രിയിൽ നിന്ന് ISIS തീവ്രവാദികൾ ബന്ദികൾ. സിനിമയിൽ 19 പേരുടെ കഥയായിരുന്നു കാണിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ 46 പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിലുണ്ടായിരുന്ന മെറിന ജോസ് എന്ന നേഴ്സിന്റെ കഥയെ അടിസ്ഥാനമാക്കിയാണ് പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച സമീറ എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തിയത്. എന്നാൽ സിനിമയിൽ പറഞ്ഞ പ്രണയ കഥകളെല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ഫിക്ഷൻ ആയിരുന്നു. സിനിമയിൽ കാണിക്കുന്നത് പോലെ ബന്ദിയാക്കപ്പെട്ട നഴ്സുമാരെ ഭീകരർ വെറുതെ വിടുന്നതാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് സൗദി രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള തൃശൂരിലെ ഒരു മലയാളി വ്യവസായിയായിരുന്നു. നഴ്സുമാരെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനമായി ഇടപെട്ട സൗദി രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ള തൃശൂരിലെ ആ മലയാളി വ്യവസായി നമ്മുടെ യൂസുഫ് അലിക്കാണെന്ന് ചിലർ പറയുന്നുണ്ട്.
എന്നാൽ സിനിമയിലും ഈ കാര്യങ്ങൾ ഒരു രഹസ്യമായി തന്നെ നിലനിർത്തുന്നുണ്ട്. 1984 ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു NH-47. TG രവി, സുകുമാരൻ, ലാലു അലക്സ്, ബാലൻ കെ നായർ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കേരളത്തിലെ കുപ്രസിദ്ധ കുറ്റവാളിയും പിടികിട്ടാപ്പുള്ളിയുമായ സുകുമാരക്കുറുപ്പിന്റെ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞത്. ഈ സിനിമയിൽ സുകുമാരക്കുറുപ്പിന്റെ വേഷത്തിലെത്തിയത് നടൻ TG രവിയായിരുന്നു. സുകുമാര പിള്ള എന്നായിരുന്നു TG രവിയുടെ കഥാപാത്രത്തിന്റെ പേര്. ഈ സിനിമയിൽ ചാക്കോയുടെ കഥാപാത്രമായി എത്തിയത് റഹീം എന്ന പേരിൽ നടൻ സുകുമാരനായിരുന്നു. ഇതേ കഥ തന്നെയായിരുന്നു ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായി 2021 പുറത്തിറങ്ങിയ കുറുപ്പി എന്ന ചിത്രവും. സുകുമാരക്കുറുപ്പിന് പകരം ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച സുധാകരക്കുറുപ്പി എന്ന കഥാപാത്രമായിരുന്നു. കൊല്ലപ്പെട്ട ചാക്കോയ്ക്ക് പകരം ടൊവിനോ തോമസ് അവതരിപ്പിച്ച ചാർലി എന്ന കഥാപാത്രവുമായിരുന്നു. ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമ NH-47 ഒരു റീമേക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ രണ്ട് സിനിമയും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ്. ഒരു ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് പാർട്ടിയുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഞാൻ മരിച്ചുപോയി എന്നറിഞ്ഞാൽ ആ തുക അവർക്ക് ഉപേക്ഷിച്ചവൻ. രണ്ട് സിനിമകളിലും ഒന്നു തന്നെയാണ് ക്ലൈമാക്സ്. കുറുപ്പിനുള്ള ഗാങ്സ്റ്റർ ബന്ധമാണ് കാണിക്കുന്നത്. എന്റെ മരണം തെളിവ് സഹിതം വാലിദ് വിശ്വസിക്കുന്നു. അതിന് മുന്നോടി മാത്രമായിരുന്നു 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. എന്നാൽ സിനിമയിൽ ബാക്കിയുള്ള എല്ലാ കഥകളും യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളത് തന്നെയായിരുന്നു. 2014 അനൂപ് കണ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹോംലി മീൽസ്. സിനിമ എഴുതിയതും ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതും സംവിധായകൻ കൂടിയായ ബിബിൻ ആറ്റ്ലി ആയിരുന്നു. ഈ സിനിമയുടെ കഥ വിപിൻ ആറ്റ്ലിയുടെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ്. 2000ന്റെ തുടക്കത്തിൽ ജീവൻ TVയിൽ വിപിൻ ആറ്റ്ലി അവതരിപ്പിച്ച ഇന്റർവെൽസ് എന്ന പരിപാടിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളുമാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അഭിനയിച്ച പല കഥാപാത്രങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. ഹോംലി മീൽസിലേക്ക് സ്വാഗതം. ഇന്റർവെല്ലിലേക്ക് സ്വാഗതം. സിനിമയിൽ ജീവൻ TVയെ ഗ്രേസ് TVയായും ഇന്റർവെൽസ് എന്ന പരിപാടിയെ ഹോംലി മീൽസായുമാണ് കാണിക്കുന്നത്. സിനിമയ്ക്ക് ഓസ്കർ അവാർഡ് കൊടുക്കാൻ പോകുന്നു. ചരിത്രത്തിലാദ്യമായി മലയാള സിനിമയ്ക്ക് ഓസ്കർ അവാർഡ് കൊടുക്കുന്നു. ടോം ഇമ്മട്ടിയുടെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ ടൊവിനോ ചിത്രമായിരുന്നു ഒരു മെക്സിക്കൻ അപാരത. കോളേജ് രാഷ്ട്രീയത്തിന്റെ കഥ പറഞ്ഞ ഈ സിനിമ ടൊവിനോ തോമസിനൊരു വലിയ ബ്രേക്കും നൽകിയിരുന്നു. എന്നാൽ ഈ സിനിമയിൽ കാണിച്ച പല സംഭവങ്ങളും സംവിധായകൻ ടോം ഇമ്മട്ടിയുടെ സുഹൃത്തുക്കളുടെയും ടോം ഇമ്മട്ടിയുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ്. ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ഈ സംഭവത്തെ സിനിമയ്ക്കാവശ്യമായ മാറ്റങ്ങൾ വരുത്തി മഹാരാജ കോളേജിൽ നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. സംവിധായകൻ ടോം ഇമ്മട്ടിയുടെ സുഹൃത്തുക്കളായ ജിനോ ജോൺ, അഭിനേഷ് തുടങ്ങിയ 2 സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ കൂട്ടിച്ചേർത്താണ് ഈ ചിത്രം പുറത്തിറക്കിയത്. നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലുണ്ടായ ചില അംശങ്ങൾ എടുത്ത് നമ്മളതിനെ ജിത്തു മാധവിന്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രോമാഞ്ചം. സൗബിൻ ഷാഹിർ, അർജുൻ അശോകൻ, സജിൻ ഗോപു, സിജു സണ്ണി തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ സംവിധായകൻ ജിത്തു മാധവിന്റെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ കൂട്ടിച്ചേർത്തി ഉണ്ടാക്കിയതാണ്. കൂടാതെ സിനിമയ്ക്കാവശ്യമായ ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. സിനിമ റിലീസായപ്പോഴും സിനിമയുടെ വിജയത്തിന് ശേഷവും ഈ സിനിമയിൽ പറഞ്ഞ യഥാർത്ഥ കഥയിൽ ഉള്ള ആളുകളും സിനിമ പ്രൊമോഷന് വേണ്ടി വന്നിരുന്നു. ഇത്തരത്തിൽ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയെടുത്ത ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.